വെൽക്കം ബാക്ക് ടു ബീറ്റ സ്ക്വറൽ. സോഫ്റ്റ്വെയർ പ്രോഗ്രാമിങ്ങിൽ നമ്മളൊരു സോഫ്റ്റ്വെയർ ചെയ്യുന്ന സമയത്ത് ആ ഒരു സോഫ്റ്റ്വെയറിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ വസ്തുവിനെ നമ്മൾ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ വിളിക്കും. അതായത് ഓരോ വസ്തുവും ഓരോ ഒബ്ജക്റ്റ് ആയിരിക്കും. അതായത് നമ്മളൊരു സ്കൂളിനുള്ള സോഫ്റ്റ്വെയർ ആണ് ചെയ്യുന്നതെന്ന് വിചാരിക്കും. അപ്പോൾ സ്കൂളിൻ്റെ സോഫ്റ്റ്വെയറിൽ ചെയ്യുന്ന സമയത്ത് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ കൺസിഡർ ചെയ്യാൻ പറ്റുന്ന സ്റ്റുഡൻറ്റ് ഒരു ഒബ്ജക്റ്റ് ആയിരിക്കും, പിന്നെ സ്റ്റാഫ് ഒരു ഒബ്ജക്റ്റ് ആയിരിക്കും, എക്സാം എന്ന് പറയുന്നത് അതും ഒരു ഒബ്ജക്റ്റ് ആണ്, പിന്നെ ഫീ എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റ് ആണ്. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ നമ്മളൊരു സോഫ്റ്റ്വെയർ ചെയ്യുമ്പോൾ അതിലുള്ള ഓരോ വസ്തുക്കളും നമ്മൾ ഓരോ ഒബ്ജക്റ്റ് ആക്കി മാറ്റും. അതിനാണ് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഊപ്പ് എന്ന് പറയുന്നത്. ഈ ഇങ്ങനെ ഒബ്ജക്റ്റ് ആക്കി തിരിച്ചിട്ട് അതിന്റെ ടോപ്പിൽ നമ്മൾ പ്രോഗ്രാമിംഗ് ചെയ്യുന്നതിനാണ് ഊപ്പ്, ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റുഡന്റ് പറഞ്ഞു, ജാവാസ്ക്രിപ്റ്റിൽ നമ്മളൊരു ഒബ്ജക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കുന്നത് എങ്ങനെയാണ് ഒരു വേരിയബിളിനെ ഒരു ഒബ്ജക്റ്റ് ആക്കാൻ നോക്കാം. ജാവാസ്ക്രിപ്റ്റിൽ ഒബ്ജക്റ്റ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു കീ വാല്യൂ പെയർ, ഒരു കീ ഉണ്ടാവും, ഒരു വാല്യൂ ഉണ്ടാവും, അങ്ങനത്തെ ഒരു ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒബ്ജക്റ്റ് എന്ന് പറയുന്ന വേരിയബിൾസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ലെറ്റ് സ്റ്റുഡന്റ് എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് ആണല്ലോ, സ്റ്റുഡന്റ് ഈക്വൽ ടു അതിന്റെ ഒബ്ജക്റ്റ്. അതിൽ എന്തൊക്കെ ഉണ്ടാവും? സ്റ്റുഡന്റിന് പേരുണ്ട്, ഫസ്റ്റ് നെയിം ഉണ്ടാവും അല്ലേ. അപ്പോൾ ആ ഒരു കേർലി ബ്രേസ് നമുക്ക് സിംഗിൾ ലൈനിൽ തന്നെ ഇടാം, മൾട്ടിപ്പിൾ ലൈനിലേക്ക് ഇടാം. കുറേ ഡാറ്റ ഉണ്ടാകുമ്പോൾ മൾട്ടിപ്പിൾ ലൈനിലേക്ക് ഇടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. ഒരു സെയിം ലൈനിൽ തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ കൊടുക്കുകയും. ഇവിടെ കീ എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് നെയിം കീ ആണ്. എന്നിട്ട് കോളൻ ഇട്ടിട്ട് വാല്യൂ എടുക്കുമ്പോൾ അത് സിംഗിൾ കോട്ടിലോ ഡബിൾ കോട്ടിലോ സ്ട്രിങ് ആണെങ്കിൽ, അവിടെ സ്ട്രിങ് ആണല്ലോ, അസ്ലം എന്ന് പറയുന്ന സ്റ്റുഡന്റിന്റെ ഫസ്റ്റ് നെയിം ആണ് അസ്ലം. പിന്നെ അടുത്ത കീ കോമ ഇട്ടിട്ട് അടുത്ത കീ കൊടുക്കുക, ലാസ്റ്റ് നെയിം അത് കൊടുത്തു, ഹുസൈൻ, അതാണ് ലാസ്റ്റ് നെയിം എന്ന് വിചാരിക്കും. പിന്നീട് ഏജ് കൊടുക്കണം. അപ്പോൾ ഏജ് ഒരു നമ്പർ ആണ് അല്ലേ. അപ്പോൾ ഏജ് നമ്പർ ആകുമ്പോൾ നമ്മൾ നമ്പറിൽ ഈസ് പാസ്റ്റ്. അപ്പോൾ അവിടെ അത് ബൂളിയൻ ആയതുകൊണ്ട് നമ്മൾ ട്രൂ എന്നാണ് ബൂളിയൻ ആയിട്ട് കൊടുത്തു. എന്നിട്ട് ലാസ്റ്റ് നമ്മൾ സെമിക്കോളൻ ഇടുക. എപ്പോഴും സെമിക്കോളൻ പ്രിഫർ ചെയ്യുക. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് കണ്ടില്ല, എൻ്റെ VS കോഡിൽ നമ്മൾ പ്രെറ്റിയർ എക്സ്റ്റൻഷൻ അത് ഫോർമാറ്റ് ചെയ്തിട്ട് മൾട്ടി ലൈനിലേക്ക് ഇങ്ങനെ മാറ്റിയിട്ടുണ്ട്. ഇതാണ് ഒരു റീഡബിലിറ്റി. അതായത് നമ്മളൊരു സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞ വേരിയബിൾ ഉണ്ട്, ഈക്വൽ ടു എന്താണ്? ഒരു ഒബ്ജക്റ്റ് ആണ്. ഒബ്ജക്റ്റ് നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നത് കേർലി ബ്രേസ് സ്റ്റാർട്ട് ചെയ്യാം. കേർലി ബ്രേസ് ഇട്ടിട്ട് ആ ഒരു കേർലി ബ്രേസ് ക്ലോസ് ചെയ്യുന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കീയും വാല്യൂ ഉണ്ടാവും. ഓരോ കീയും വാല്യൂ സെപ്പറേറ്റ് ചെയ്യുന്നത് കോളൻ ഇട്ടിട്ടാണ്. കോളൻ ഇടുമ്പോൾ അങ്ങനെ സ്പേസിൻ്റെ ആവശ്യമില്ല, ആ കോളൻ ഒരുമിച്ചാണ് വേണ്ടത്. അപ്പോൾ കീ ഇട്ട് ഫസ്റ്റ് നെയിം എന്ന് പറഞ്ഞ കീ, അതിൻ്റെ വാല്യൂ അസ്ലം, ലാസ്റ്റ് നെയിം അതിന്റെ വാല്യൂ ഹുസൈൻ, ഏജ് 22, ഈസ് പാസ്ഡ് ട്രൂ. ഇങ്ങനെയുള്ള വാല്യൂസ് നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ സ്റ്റുഡന്റ് എന്നുള്ള ഒരു ഒബ്ജക്റ്റ് ആണ്. ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് കൺസെപ്റ്റിൽ ഒരു ഒബ്ജക്റ്റിന് മെത്തേഡ്സും പ്രോപ്പർട്ടീസും ഉണ്ടാവും. അപ്പോൾ ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ, ഇതൊക്കെ പ്രോപ്പർട്ടീസ് ആണ്, അതായത് അതിന്റെ സ്വഭാവങ്ങളാണ്. ഒരു സ്വഭാവം, ഒരു ഒബ്ജക്റ്റിന്റെ സ്വഭാവമാണ്, അല്ലെങ്കിൽ അതിനുള്ള ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത്, ഉള്ള ഓരോ കാര്യങ്ങളാണ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. പ്രോപ്പർട്ടി. ഇനി മെത്തേഡ്സ് എന്ന് പറയുന്നത് എന്താണ്? മെത്തേഡ്സ് എന്ന് പറയുന്നത്, മെത്തേഡ്സ് എന്ന് പറയുന്ന ഫംഗ്ഷന് പറയുന്ന ഒരു പേരാണ്. ഫംഗ്ഷന് പറയുന്ന വേറെ പേരാണ് മെത്തേഡ്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, കാർ എന്ന് പറഞ്ഞൊരു ഒബ്ജക്റ്റ് ഉണ്ടെന്ന് വിചാരിക്കും. കാർ എന്ന് പറഞ്ഞ ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ അതിന് പ്രോപ്പർട്ടി എന്തൊക്കെ ആയിരിക്കും? മോഡൽ ഉണ്ടാവും അല്ലേ. മോഡൽ നിസാൻ ആണെങ്കിൽ ഒരു മോഡലാണ്. ഇനി ആ ഒരു ഫംഗ്ഷൻ എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു കാറിന് ഒരു കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, ക്രിയകളുണ്ട്, ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, അതിനൊക്കെയാണ് മെത്തേഡ്സ് എന്ന് പറയുന്നത്. ഡ്രൈവ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ആണ് അല്ലേ, മെത്തേഡാണ്. അപ്പൊ അതെങ്ങനെയാണ് ഒബ്ജക്റ്റിന്റെ ഉള്ളിൽ ഡിഫൈൻ ചെയ്യുക? ഡ്രൈവ് എന്ന് പറയുന്ന കീവേഡ് കൊടുത്തു, എന്നിട്ട് ആ ഫംഗ്ഷൻ നമ്മൾ സാധാരണ പുറത്ത് ഫംഗ്ഷൻ എഴുതും, ഫംഗ്ഷന് പേര് കൊടുക്കും. പക്ഷെ ഒബ്ജക്റ്റിൽ ഇങ്ങനെ മെത്തേഡ് എഴുതുമ്പോൾ ആ ഫംഗ്ഷൻ ഇവിടെ കീവേഡ് കഴിഞ്ഞിട്ട് നമ്മളെ പേര് കൊടുക്കുന്നില്ല, പേര് കൊടുക്കാതെ ഫംഗ്ഷൻ console.log ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നോക്കുക, ശ്രദ്ധിക്കുക, നിങ്ങൾ ഓരോ കീ വാല്യൂ കീ കോളൻ ഇട്ട് സെപ്പറേറ്റ് ചെയ്യുക, വാല്യൂ എടുത്തു. പിന്നെ ഓരോ കീ വാല്യൂ കോമ ഇട്ട് സെപ്പറേറ്റ് ചെയ്യണം. ആദ്യം നമ്മൾ കോമ ഇട്ട്, ഇവിടെ കോമ ഇട്ടിട്ടില്ലെങ്കിൽ അത് എറർ ആയിരിക്കും. കോമ ഇട്ടു. രണ്ടാമത്തെ വാല്യൂ കീ എന്ന് പറയുന്നത് ഡ്രൈവ് ആണ്. അതൊരു മെത്തേഡാണ്, അതായത് ഒരു ഫംഗ്ഷൻ ആണ്. അതിന് ചെയ്യാൻ പറ്റുന്ന, ഈ കാറിന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഒബ്ജക്റ്റുകൾ എങ്ങനെയാണ് ആക്സസ് ചെയ്തതിൻ്റെ ഓരോ വാല്യൂസ്? console.log നമ്മൾ എന്ത് ചെയ്യാം? കാറിനെ കൺസോൾ ലോഗ് ചെയ്തു. ആദ്യം നമുക്ക് സ്റ്റുഡൻറ്റിനെ കൺസോൾ ലോഗ് ചെയ്തു. അപ്പോൾ ആ ഒരു ഒബ്ജക്റ്റ് എനിക്ക് ഇവിടെ പ്രിന്റ് ചെയ്തു. ഒബ്ജക്റ്റ് ആണെന്ന് പറഞ്ഞാൽ ഇവിടെ കാണിക്കുന്നുണ്ട്. അതിൽ എന്തൊക്കെയാണുള്ള? ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, ഏജ്, ഈസ് പാസ്ഡ്, ഇതൊക്കെയാണെല്ലാം കാണിക്കുന്നുണ്ട്. ക്ലിക്ക് ചെയ്ത് ഓരോ പ്രോപ്പർട്ടീസ് നമുക്ക് ഇങ്ങനെ നോക്കാൻ പറ്റും. അപ്പോൾ അതാണ് ആ ഒരു സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന കൺസോൾ ലോഗ് ചെയ്തത്. ഇനി കാർ എന്നുള്ള ആ ഒരു ഒബ്ജക്റ്റ് കൺസോൾ ലോഗ് ചെയ്യാണ്. അപ്പോൾ അതേപോലെ തന്നെ ഒബ്ജക്റ്റ് ഒന്ന് മോഡൽ ഡ്രൈവ് ഒരു ഫംഗ്ഷനാണ്. ഫംഗ്ഷൻ്റെ പേരും ഡ്രൈവ് എന്നാക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. അവിടെ നമുക്ക് കാണാൻ പറ്റിയൊരു ഫംഗ്ഷനാണെന്നുള്ളത്. ഇനി ഇതിൻ്റെ ഓരോ വാല്യൂസ് എങ്ങനെ ആക്സസ് ചെയ്യാം? കാറ് ഡോട്ട് ഇട്ടിട്ട് ആക്സസ് ചെയ്യാം. കാർ ഡോട്ട് മോഡൽ, നമ്മൾ നേരത്തെ console.log എന്നൊക്കെ പറഞ്ഞു. കൺസോൾ ഒരു ഒബ്ജക്റ്റ് ആണ്. ആ ഒബ്ജക്റ്റിൽ നിന്ന് വിളിക്കുന്ന ഒരു ക്ലാസ് ആണ്, അല്ലെങ്കിൽ ഒബ്ജക്റ്റ് ആണ്. അതിൽ നിന്ന് വിളിക്കുന്ന ഫംഗ്ഷൻ മെത്തേഡാണ് ലോഗ് എന്ന് പറയുന്നത്. അതേപോലെ ഇവിടെ കാർ ഡോട്ട് മോഡൽ എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടിയാണ്, ഫംഗ്ഷൻ അല്ല. ഫംഗ്ഷൻ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഇങ്ങനെ പരാന്തസിസ് ഇട്ട് വിളിക്കണം.
അപ്പോൾ മോഡൽ ആയതുകൊണ്ട് നമ്മൾ ഡോക്യുമെൻറ്റ് ഡോട്ട് ഗെറ്റ് എലമെൻറ്റ് ബൈ ഐ ഡി ഡോട്ട് വാല്യൂ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ബ്രാക്കറ്റ് ഇല്ലാതെ ആണ് വിളിക്കുന്നത്. കാർ ഡോട്ട് മോഡൽ അതെന്താണ് വരുന്നത് നോക്കാം. അവിടെ നിസാൻ എന്ന് പറഞ്ഞ് അവിടെ പ്രിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി എനിക്ക് ആ കാറ് ഡ്രൈവ് ചെയ്യണം എന്നായിരിക്കും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുക, കാർ ഡോട്ട് ഡ്രൈവ് എന്ന് പറഞ്ഞ് വിളിച്ചു, എന്നിട്ട് അവിടെ ആ ബ്രാക്കറ്റ് കൂടെ ഇട്ടു. അപ്പോൾ നമുക്ക് കൺസോൾ ഈ ഫംഗ്ഷൻ എന്ത് ചെയ്യും, എക്സിക്യൂട്ട് ആയിട്ട് അതിൻ്റെ ഉള്ളിൽ എന്താണോ ഉള്ളത് അത് നടക്കും. കൺസോൾ ഡോട്ട് ലോഗ് ബൂം എന്നാണ് വരാൻ പോകുന്നത്. നോക്കാം, ബൂം അതവിടെ വന്നിട്ടുണ്ട്. പിന്നെ അൺഡിഫൈൻഡ് എന്ന് കൂടെ കാണിച്ചിട്ടുണ്ട്. അത് കൺസോൾ ലോഗ് ആ ഒരു കാറിൻ്റെ ഒന്നും റിട്ടേൺ ചെയ്യുന്നില്ല, ടൈപ്പ് ഒന്നും റിട്ടേൺ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അവിടെ കൺസോൾ ലോഗാണ്. അപ്പോൾ ഇങ്ങനെ ഏതൊരു ഒബ്ജക്റ്റിനും മെത്തേഡ്സും പ്രോപ്പർട്ടീസും ഉണ്ടാവും. അപ്പോൾ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് അതിൻ്റെ ഓരോ കാര്യങ്ങളാണ്, സ്വഭാവങ്ങളാണ്, അല്ലെങ്കിൽ ക്രിയകൾക്കാണ് മെത്തേഡ്സ് എന്ന് പറയുന്നത്. അതിന് എന്ത് ചെയ്യാൻ പറ്റും, ഓരോ ആക്ഷൻസ് അല്ലെങ്കിൽ ഓരോ ഇവൻറ്റ്സിനാണ് നമ്മൾ മെത്തേഡ്സ് എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് ജാവാസ്ക്രിപ്റ്റിൽ ഒബ്ജക്റ്റ് ഡിഫൈൻ ചെയ്യുന്നത്. കേർലി ബ്രേസ് ഉപയോഗിച്ചാണ്. കീ വാല്യൂസ് ഉണ്ടാകും. ഓരോ കീ വാല്യൂ പേരും കോമട്ട് സെപ്പറേറ്റ് ചെയ്യണം. ഇതിലും ടൈപ്പ് ഫോളോ ചെയ്യാൻ പറ്റും. നമ്പർ ആണെങ്കിൽ കോട്ടില്ലാതെ, ബൂളിയൻ ആണെങ്കിൽ ട്രൂ ഓർ ഫാൾസ്, ഇങ്ങനെ ഏത് ടൈപ്പിലുള്ള ഡാറ്റയും നിങ്ങൾക്ക് കീ വാല്യൂ പെയർ ആയിട്ട് കൊടുക്കാൻ പറ്റും. കീ എന്ന് പറയുന്നത് നിങ്ങൾക്ക് കോട്ട് ഇട്ടിട്ടോ കോട്ടില്ലാതെയോ കൊടുക്കാൻ പറ്റും. ഈ ഒരു കൺസെപ്റ്റ് ജേസൺ എന്ന് പറയുന്ന കൺസെപ്റ്റാണ്. ജേസൺ എന്ന് പറഞ്ഞാൽ ജാവാസ്ക്രിപ്റ്റ് ഒബ്ജക്റ്റ് നൊട്ടേഷൻ. ജേസൺ മുൻപൊക്കെ വെബ് ആപ്ലിക്കേഷൻസ് ഡാറ്റ പാസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു സ്റ്റാൻഡേർഡാണ് XML എന്ന് പറയുന്നത്. എക്സ്റ്റെൻഡഡ് മാർക്കപ്പ് ലാംഗ്വേജ് എന്ന് പറയും. XML എന്ന് പറയുന്ന സ്ട്രക്ചറിലായിരുന്നു ഡാറ്റ ഒരു വെബ് ആപ്ലിക്കേഷൻ ബാക്ക് എൻഡ് ഫ്രണ്ട് എൻഡും ആയിട്ട് പാസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അത് HTML ഒക്കെ പോലെ തന്നെ ഒരു ടാഗ് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്കും ഡാറ്റ ഉണ്ട്. അപ്പോൾ അത് പാർസ് ചെയ്യുക എന്ന് വെച്ചാൽ അതിൽ നിന്ന് റീഡ് ചെയ്ത് ഡാറ്റ എടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, ടൈം എടുക്കും. പിന്നെ അതേപോലെ XMLൻ്റെ സൈസ് കൂടുതലേക്ക്, ഫയലിൻ്റെ ഒരു ഡാറ്റ തിരിച്ച് നമുക്ക് വെബിൽ നിന്ന് ബാക്ക് എൻഡ് ഫ്രണ്ട് എൻഡിലേക്ക് തരുമ്പോൾ നെറ്റ്വർക്കിലൂടെ അത് വരില്ല. അപ്പോൾ യൂസറിൻ്റെ ഡാറ്റ അത് യൂസ് ചെയ്യും. അപ്പോൾ ഒരുപാട് സൈസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷമാണ് ജേസൺ എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇപ്പോൾ എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനും ജേസൺ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. ജേസൺ എന്ന് പറയുന്നത് വെബിന് മാത്രമുള്ളതല്ല, മൊബൈലിനായാലും ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനും ജേസൺ എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പ് പാസ് ചെയ്യാൻ പറ്റും. അതാണ് ജാവാസ്ക്രിപ്റ്റ് ഒബ്ജക്റ്റ് നൊട്ടേഷൻ എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. അപ്പോൾ ജേസൺ ടൈപ്പിലാണ് നമ്മൾ ഒബ്ജക്റ്റ് ജാവാസ്ക്രിപ്റ്റിൽ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ ഒരു ജേസൺ ആണെങ്കിൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യും, നിങ്ങൾ ഒരു ജേസൻ്റെ ഫയൽ എക്സ്റ്റൻഷൻ എന്ന് പറയുന്ന .json ആയിരിക്കും. abc.json എന്നായിരിക്കും ഡാറ്റ ടൈപ്പിൻ്റെ ആ ഒരു ജേസൺ ഡാറ്റേൻ്റെ എക്സ്റ്റൻഷൻ എന്ന് പറയും. ഇവിടെ നമുക്ക് ഉണ്ടാവും. അതേപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ കേർലി ബ്രേസ് ഉണ്ടാവും. അല്ലെങ്കിൽ അറിയാണെങ്കിൽ അതെങ്ങനെയാണെന്നുള്ള പറയാം. ഇവിടെ കീ നമ്മളൊരു സെപ്പറേറ്റ് ജേസൺ ഫയലിലാണ് കൊടുക്കുന്നതെങ്കിൽ നമ്മൾ കീ എപ്പോഴും നമ്മൾ കീക്കും ഇതേപോലെ തന്നെ ഡബിൾ കോട്ട് യൂസ് ചെയ്യണം. അതേപോലെ ജേസണിൽ നമുക്ക് ഡബിൾ കോട്ട് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, സിംഗിൾ കോട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. അതായത് ഇവിടെ അസ്സലം എന്ന് ഇങ്ങനെ കൊടുക്കാൻ പറ്റില്ല. അവിടെ സിംഗിൾ കോട്ടും ഡബിൾ കോട്ട്, വാല്യൂ എക്സ്പെക്റ്റഡ് അൺനോൺ വേർഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു ഡബിൾ കോട്ട് ഇട്ടിട്ട് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. ഇതാണ് ജേസൺ എന്ന് പറയുന്നത്. അപ്പം ജാവാസ്ക്രിപ്റ്റിലും ഇതേപോലെ തന്നെ നിങ്ങൾ ഒബ്ജക്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് കീ നിങ്ങൾ സിംഗിൾ കോട്ടിലോ ഡബിൾ കോട്ടിലോ റാപ്പ് ചെയ്തിട്ടും വെക്കാം, ചെയ്യാതെയും ഉപയോഗിക്കാം. ജാവാസ്ക്രിപ്റ്റിൽ അങ്ങനെ ചെയ്യാതെ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് അപ്രോച്ച് എന്ന് പറയുന്നത്. ഇനി നിങ്ങളടുത്തൊരു സെറ്റ് ഓഫ് വാല്യൂസ് ഉണ്ട്. അതായത് നിങ്ങൾക്ക് ഒരു സെറ്റ് ഉണ്ട്, ഒരേ ടൈപ്പുള്ള ഒരേ കാര്യമായിട്ട് ബന്ധപ്പെട്ട് ഒന്നിലധികം വാല്യൂസ് ഉണ്ട്. ഉദാഹരണത്തിന് നിങ്ങളടുത്ത് ഫ്രൂട്ട്സ് ഉണ്ട്, കുറേ ഫ്രൂട്ട്സ് ഉണ്ട് അല്ലേ. അപ്പോൾ അതൊരു വേരിയബിൾ സ്റ്റോർ ചെയ്യണമെങ്കിൽ ഓരോ വേരിയബിൾ ഉണ്ടാക്കണ്ട. ലെറ്റ് ഗ്രേപ്പ്, പിന്നെ ലെറ്റ് ആപ്പിൾ, അങ്ങനെ ഓരോന്നും നമ്മൾ ഡിഫൈൻ ചെയ്യുന്നതിന് പകരം ഇങ്ങനെ ഓരോ ഡാറ്റയും നമ്മൾ ഓരോ ടൈപ്പും നമ്മളിങ്ങനെ ഡിഫൈൻ ചെയ്യുന്നതിന് പകരം നമുക്ക് ഒരു അറേ ആക്കി സെറ്റ് ചെയ്യാൻ പറ്റും. അറേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെറ്റ് ഓഫ് വാല്യൂസ്, ഒരേ കാര്യമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഒരുപാട് വാല്യൂസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അറേസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അറേ എങ്ങനെയാണ്, അറേയും ഒബ്ജക്റ്റും ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കോൺസ്റ്റ് കീവേഡ് യൂസ് ചെയ്താൽ മതി. അത് നിങ്ങൾ ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും. ഉദാഹരണത്തിന് നേരത്തെ നമ്മൾ നോക്കിയ ഒബ്ജക്റ്റിൽ സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞ ഒബ്ജക്റ്റ് ഇല്ലേ. അപ്പോൾ കോൺസ്റ്റ് സ്റ്റുഡൻറ്റ് ഈക്വൽ ടു നമ്മൾ പറഞ്ഞു ഫസ്റ്റ് നെയിം അസ്ലാം അല്ലേ. അപ്പോൾ ഇതൊരു ഒബ്ജക്റ്റ് ആണ്, കോൺസ്റ്റ് ആക്കിയിട്ടാണ്. അപ്പോൾ ആ കോൺസ്റ്റിനെ നമുക്ക് വീണ്ടും നമ്മൾ ആ സ്റ്റുഡൻറ്റിനെ ചേഞ്ച് ചെയ്യാം. എൻ്റയർ ആയിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. സ്റ്റുഡൻറ്റ് ഈക്വൽ ടു എന്താണ് ഫസ്റ്റ് നെയിം. ഇത് വർക്ക് ചെയ്യില്ല എന്നുള്ളത് നമുക്ക് നോക്കാം. ബ്രൗസർ റീഫ്രഷ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് റെഡി ഇൻവാലിഡ് അസൈൻമെൻറ്റ് കോൺസ്റ്റ് സ്റ്റുഡൻറ്റ്. അപ്പോൾ ഇങ്ങനെ അസൈൻ ചെയ്യാൻ പറ്റില്ല, പക്ഷേ അതിൻ്റെ വാല്യൂസ് നമുക്ക് ആഡ് ചെയ്യുക അല്ലെങ്കിൽ റിമൂവ് ചെയ്യുകയൊക്കെ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒബ്ജക്റ്റിൽ നിന്ന് ആഡ് ചെയ്യുക എങ്ങനെയാണ്, ഒബ്ജക്റ്റിൽ നിന്ന് എങ്ങനെ ആക്സസ് ചെയ്യുക എന്നുള്ളത് നമ്മൾ പഠിച്ചു. ഇപ്പോൾ സ്റ്റുഡൻറ്റ് ഡോട്ട് ഫസ്റ്റ് നെയിം എന്ന് പറഞ്ഞാൽ ആക്സസ് ചെയ്യാം അല്ലേ. അതേപോലെ തന്നെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അഡീഷണൽ ആയിട്ട് ഇപ്പോൾ ഈ ഒബ്ജക്റ്റിൽ ഫസ്റ്റ് നെയിം മാത്രമേ ഉള്ളൂ. അപ്പോൾ ലാസ്റ്റ് നെയിം കൂടെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റുഡൻറ്റ് ഡോട്ട് ലാസ്റ്റ് നെയിം ഇങ്ങനെ കൊടുക്കാൻ പറ്റും. ലാസ്റ്റ് നെയിം ഈക്വൽ ടു എന്താണ്
console.log നിങ്ങൾക്ക് ആ ഒരു 2 വാല്യൂസ് വന്നായിട്ട് കാണാൻ പറ്റും. ഇങ്ങനെ നിങ്ങൾക്ക് വാല്യൂസ് അഡീഷണൽ വാല്യൂസ് നിലവിലുള്ള ഒബ്ജക്റ്റിലേക്ക് നിങ്ങൾ ആഡ് ചെയ്യാൻ പറ്റും, ഒബ്ജക്റ്റിലായാലും അറേയിലായാലും. അതുകൊണ്ട് അറേയും ഒബ്ജക്റ്റും നിങ്ങൾ ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു അറേ മൊത്തമായിട്ട് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ സാധ്യത ഇല്ല എന്നുണ്ടെങ്കിൽ കോൺസ്റ്റ് യൂസ് ചെയ്യുക. ഓൾവേസ് കോൺസ്റ്റ് കീവേഡ് യൂസ് ചെയ്യുക, ലെറ്റിന് പകരം കോൺസ്റ്റ് യൂസ് ചെയ്യുക. ഇനി അറേ ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അറേ എന്ന് പറയുന്ന ഡിഫൈൻ ചെയ്യുന്നത് കോൺസ്റ്റ് ഫ്രൂട്ട്സ് എന്താണെന്ന് നമുക്ക് ആ വേരിയബിളിൻ്റെ മീനിങ് ഫുൾ ആയിട്ട് നെയിം കൊടുത്തു. ന്യൂ അറേ ഓഫ് എന്താണ് ബനാന, ആപ്പിൾ. ഇങ്ങനെ നിങ്ങൾക്ക് ന്യൂ അറേ, പുതിയൊരു അറേയാണ്, അറേ എന്നുള്ള കീവേഡാണിത്. ഇത് ന്യൂ എന്ന് പറഞ്ഞൊരു കീവേഡാണ്. ഇപ്പോൾ ന്യൂ സ്പേസ് അറേ, എന്നിട്ട് അതിൽ ബ്രാക്കറ്റ് ഇട്ടിട്ട് ഇതേപോലെ കൊടുക്കാം. ഇപ്പോൾ console.log ചെയ്ത് നോക്കാം. console.log ഫ്രൂട്ട്സ്. ഇപ്പോൾ ഒരു അറേയാണ്, സെറ്റ് ഓഫ് അറേസ് ഇവിടെ വന്നിട്ടുണ്ട്, കാണാൻ പറ്റും നിങ്ങൾക്ക്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ഒരു ലോങ് വേ എന്ന് പറയുന്നത്, അറേ ഉണ്ടാക്കാനുള്ള ലോങ് വേ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, ന്യൂ അറേ എന്ന് പറഞ്ഞു കൊടുക്കുക. ഇനി അതല്ല, ഷോർട്ട് വേ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ജസ്റ്റ് സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടിട്ട് ആ സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ഓരോ വാല്യൂസും നിങ്ങൾക്ക് ഇട്ടിട്ട് കോമട്ട് സെപ്പറേറ്റ് ചെയ്യാം. ഇനി ഇതിൻ്റെ ഉള്ളിൽ തന്നെ നമ്പേഴ്സൊക്കെ നിങ്ങൾക്ക് ഇടാം. ഒരു സെറ്റ് ഓഫ് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഫ്രൂട്ട്സുമായിട്ട് ബന്ധപ്പെട്ട വാല്യൂ ആയിരിക്കണം നിങ്ങൾ സ്റ്റോർ ചെയ്യുന്നത്. അങ്ങനെ അല്ലെങ്കിൽ വലിയൊരു മീനിങ് ഇല്ലല്ലോ. അപ്പോൾ ഇവിടെ എനിക്ക് നമ്പേഴ്സൊക്കെ സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി ഫ്രൂട്ട്സ് ഞാൻ ലോഗ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ആ വാല്യൂസ് ഒക്കെ ഇവിടെ കാണാം. അപ്പോൾ ഇങ്ങനെ ഒരു സെറ്റ് ഓഫ് വാല്യൂസ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അറേസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു അറേ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് അറേയും ഒരു ഒബ്ജക്റ്റ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ജാവാസ്ക്രിപ്റ്റിന്റെ ഡാറ്റ ടൈപ്പിൽ ഒബ്ജക്റ്റ് എന്ന് പറയുന്ന ടൈപ്പ് ഉണ്ട്, അതിന്റെ സബ്ബാണ് അറേ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ ടൈപ്പ് നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടൈപ്പ് ഓഫ് ഫ്രൂട്ട്സ് നോക്കിക്കഴിഞ്ഞാൽ അത് ഒബ്ജക്റ്റ് ആയിരിക്കും. അപ്പോൾ ടൈപ്പ് ഓഫ് ഫ്രൂട്ട് എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് ആണ്. അപ്പോൾ നമ്മൾ ഏതൊരു അറേയിലും എത്ര എലമെന്റ്സ് ഉണ്ട് അല്ലെങ്കിൽ അതിന്റെ ലെങ്ത് എത്ര എന്നുള്ളതൊക്കെ നോക്കാൻ പറ്റും. ഇവിടെ ഈ ഒരു അറേയിലാണെങ്കിൽ നമുക്ക് 1 2 3 4 എലമെന്റ്സ് ആണുള്ളത്. അപ്പോൾ ആ എലമെന്റ്സ് എത്ര ഉണ്ടെന്നുള്ള എണ്ണം എങ്ങനെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും? നമുക്ക് ജാവാസ്ക്രിപ്റ്റിൽ ലെങ്ത് എന്ന് പറയുന്ന കീവേഡ്, ലെങ്ത് എന്ന് പറയുന്ന പ്രോപ്പർട്ടി യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫ്രൂട്ട് ഒരു ഒബ്ജക്റ്റ് ആണല്ലോ അല്ലേ, ഒരു ഒബ്ജക്റ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്തു. ഇപ്പോൾ console.log ഫ്രൂട്ട്സ് എന്ന് പറയുന്ന ഒബ്ജക്റ്റ്, ആ ഒബ്ജക്റ്റിന്റെ ഒരു പ്രോപ്പർട്ടി ലെങ്ത് എന്ന് പറയുന്ന പ്രോപ്പർട്ടി ഉണ്ട്. അപ്പോൾ ലെങ്ത് എത്രയാണെന്ന് നമുക്ക് പ്രിന്റ് ചെയ്തു. 4 ആണ് അതിന്റെ ലെങ്ത് എന്ന് പറഞ്ഞു വന്നു. അപ്പോൾ ഇങ്ങനെയാണ് ഒരു അറേന്റെ ലെങ്ത് നോക്കുന്നത്. ഇനി ഇതേപോലെ ഈ അറേയിലുള്ള ഓരോ വാല്യൂസ് എങ്ങനെയാണ് ആക്സസ് ചെയ്യാം? നമ്മൾ നേരത്തെ പറഞ്ഞു ഒബ്ജക്റ്റ് ആവുന്ന സമയത്ത് ഒബ്ജക്റ്റിനെ ഒന്നുകൂടെ തിരിച്ച് ഒബ്ജക്റ്റിലേക്ക് മാറ്റുന്നുണ്ട്. കാർ എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ഇവിടെ ഉണ്ട്. ആ കാർ എന്ന് പറയുന്ന ഒബ്ജക്റ്റിന്റെ മോഡൽ നമ്മൾ എങ്ങനെയാണ് ആക്സസ് ചെയ്തത്? കാർ ഡോട്ട് മോഡൽ വന്നിട്ടുണ്ട്. ഒബ്ജക്റ്റ് നിങ്ങൾക്ക് ഡോട്ട് ഇട്ടിട്ടും ആക്സസ് ചെയ്യാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ സ്ട്രിങ് ആയിട്ട് നിങ്ങൾക്ക് ആ ഒരു കീ പാസ് ചെയ്ത് കൊടുക്കും. ഇങ്ങനെയും നിങ്ങൾക്ക് ഒബ്ജക്റ്റിന്റെ വാല്യൂസ് ആക്സസ് ചെയ്യാൻ പറ്റും. ഇതേപോലെ അറേയിൽ നമ്മൾ ആക്സസ് ചെയ്യുന്നത് എപ്പോഴും സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടിട്ടാണ് ആക്സസ് ചെയ്യുന്നത്. സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടിട്ട് ആ ഒരു ഇൻഡെക്സ് പാസ് ചെയ്യണം, അതായത് ഏത് പൊസിഷനിലാണ് എലമെന്റ് ഉള്ളത് എന്നുള്ളത്. അപ്പോൾ ആദ്യത്തെ എലമെന്റ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലും അറേ നമുക്ക് ഇൻഡെക്സ് എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്യുന്ന 0-ലായിരിക്കും. ഇത് ശരിക്കും നമ്മൾ ഹ്യൂമൻസിന് 1-ലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, 1 2 3 4 അങ്ങനെയാണല്ലോ അല്ലേ. പക്ഷെ നമ്മൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ഇത് കൺസിഡർ ചെയ്യുന്ന അറേ കൺസിഡർ 0 1 2 3 അങ്ങനെയാണ്. എലമെന്റ്സിന്റെ ഇൻഡെക്സ് എന്ന് പറയുന്നത് അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ലെങ്ത് 4 തന്നെയായിരിക്കും. അപ്പോൾ ആദ്യത്തെ എലമെന്റ് ആണ് നിങ്ങൾക്ക് പ്രിന്റ് ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രൂട്ട്സ് ഓഫ് 0 എന്നാണ് പാസ് ചെയ്യുന്നത്. 0 എന്ന് പറയുന്ന ആ ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടു, അതിൻ്റെ ഉള്ളിൽ ഇൻഡെക്സ് പാസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ബനാന എന്ന് പറഞ്ഞിട്ട്. ഇനി രണ്ടാമത്തേതാണെങ്കിലാണ് 0 1 എന്ന് പറഞ്ഞ് പാസ് ചെയ്യണം. 1 എന്ന് പറയുന്ന ഇൻഡെക്സ് പാസ് ചെയ്തു. അപ്പോൾ എനിക്ക് ആപ്പിൾ എന്ന് പറഞ്ഞിട്ട് എനിക്ക് ലാസ്റ്റ് ഉള്ള എലമെന്റ് ആണ് കിട്ടേണ്ടത്. പക്ഷെ അതിന്റെ ഇൻഡെക്സ് പാസ് ചെയ്യുന്നതിന് പകരം അവിടെ ഒരു മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ നിങ്ങൾക്ക് പാസ് ചെയ്യാൻ പറ്റും. എന്താണ് നിങ്ങൾക്ക് ഇതിന്റെ ലെങ്ത് എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? ഫ്രൂട്ട്സ് ഡോട്ട് ലെങ്ത് അല്ലേ. അപ്പോൾ 4 എന്ന് പറഞ്ഞ കിട്ടി. ഫ്രൂട്ട്സ് ഡോട്ട് ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? 4 എന്നിട്ട്. അപ്പോൾ ഈ ഇൻഡെക്സിന്റെ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ എന്ത് ചെയ്യും? ഈ കോഡ് വർക്ക് ചെയ്യും. ഈ കോഡ് വർക്ക് ചെയ്തതിന്റെ റിസൾട്ട് 4 എന്ന്. അപ്പോൾ ഇവിടെ എന്താണ് വരിക? 4 എന്ന് പറഞ്ഞ് വരും അല്ലേ. അപ്പോൾ ആ 4 എന്ന് പറഞ്ഞ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊന്നും കിട്ടില്ല. എന്താണ് 4 എന്ന് പറഞ്ഞൊരു ഇൻഡെക്സ് ഇല്ല, അൺഡിഫൈൻഡ് ആണ്. അപ്പോൾ 4 നമുക്ക് ലാസ്റ്റ് ഉള്ള എലമെന്റ് എങ്ങനെയാണ് കാണുക? നമുക്ക് ലെങ്ത് -1 നോക്കിയാൽ മതി. കാരണം ഏതൊരു അറേ ആണെങ്കിലും 0 1 2 3 എത്രയാണോ ലെങ്ത് ഉള്ളത് അതിനേക്കാൾ ഒരു നമ്പർ കുറവായിരിക്കും അതിന്റെ ലാസ്റ്റ് എലമെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ നമുക്ക് പാസ് ചെയ്യാം, സ്പേസ് ഒക്കെ ഇട്ട് -1 എന്ന് പറഞ്ഞോളൂ. അപ്പോൾ എന്ത് ചെയ്യും? ഈ ഒരു എക്സ്പ്രഷൻ ആദ്യം വർക്ക് ചെയ്യും. ഫ്രൂട്ട്സ് ഡോട്ട് ലെങ്ത് -1 എന്ന് വർക്ക് ചെയ്യും. അതിന്റെ റിസൾട്ട് എത്രയാണോ അത് ഇവിടെ പാസ് ചെയ്യും. അതായത് 3 എന്ന് പറഞ്ഞ് ഇവിടെ വർക്ക് ആവും. എന്നിട്ട് ഫ്രൂട്ട്സ് ഓഫ് 3 എന്നിട്ട് console.log അത് console.log നോക്കാം. ട്രൂ, കറക്റ്റ് ലാസ്റ്റ് എലമെന്റ് നമുക്ക് വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് ഒരു അറേത്തെ ലാസ്റ്റ് എലമെന്റ് എടുക്കുന്നത്. ഫസ്റ്റ് എലമെന്റ് എടുക്കാൻ പറഞ്ഞാൽ 0, ലാസ്റ്റ് എലമെന്റ് ആണെങ്കിൽ ലെങ്ത് -1, അതിന്റെ ഇടയിലുള്ളതൊക്കെ ആണെങ്കിൽ ഏതാണോ ഇൻഡെക്സ് അത് പാസ് ചെയ്യാം. ഇങ്ങനെയാണ് ജാവാസ്ക്രിപ്റ്റിലെ അറേസ് വർക്ക് ചെയ്യുന്നത്.